ബി.ജെ.പി കോർ കമ്മിറ്റി വിലയിരുത്തലുകളിൽ മറ്റൊന്ന് പാലക്കാട് മണ്ഡലത്തിൽ ഗുരുതര വീഴ്ച പറ്റി എന്നതാണ്. വോട്ടിന് കോഴ ആരോപണത്തിൽ ശോഭാ സുരേന്ദ്രനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കും വീഴ്ചയുണ്ടായി എന്ന് കോർ കമ്മിറ്റി വിലയിരുത്തുന്നു. ആലപ്പുഴയിലെ വനിതാ നേതാവുമായി നടത്തിയ ഫോൺ സംഭാഷണം ഒഴിവാക്കണമായിരുന്നുവെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. കോർ കമ്മിറ്റിയിൽ ശോഭാ സുരേന്ദ്രൻ പങ്കെടുത്തില്ല. മണ്ഡലാവലോകനത്തിനായി രൂപീകരിച്ച സംഘത്തിലും ശോഭയെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇക്ബാൽ അറക്കലാണ് ചേരുന്നത്. ഇക്ബാൽ, വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം തിരിച്ചടിയായതാണ് ഈ വോട്ടിന് പണം നൽകിയെന്ന ആരോപണം. അത് പാലക്കാട് വലിയ തിരിച്ചടിയാകുമെന്ന് കരുതുന്നു. അതിൽ വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. മാത്രമല്ല മറ്റു ജില്ലകളിലും ഇത് ബാധിച്ചേക്കും എന്നൊരാശങ്ക കൂടിയുണ്ട് ബി.ജെ.പിക്ക്, അല്ലേ? വിനീത, തീർച്ചയായും. അതായത് ഈ തെരഞ്ഞെടുപ്പിന് നിശബ്ദ പ്രചരണ ദിവസമായിരുന്നു പാലക്കാട് മണ്ഡലത്തിലെ കണ്ണാടിയിലെ തെരുവാക്കുറിശ്ശിയിൽ ഇത്തരത്തിൽ ശോഭാ സുരേന്ദ്രനൊപ്പം എത്തിയ വനിതാ ബി.ജെ.പി പ്രവർത്തക ഈ വോട്ടിന് പണം വിതരണം നടത്തിയെന്നുള്ളത് കോൺഗ്രസ് അത്തരത്തിലെ ആരോപണമായി രംഗത്തേക്ക് വന്നത്. ഈ പണവിതരണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിടുകയും ചെയ്തിരുന്നു കോൺഗ്രസ്. ആ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതിന് ശോഭാ സുരേന്ദ്രൻ തന്നെ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന് അന്ന് കോൺഗ്രസ് പ്രവർത്തകരുടെ മുഖമടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞതെല്ലാം വലിയ രീതിയിൽ ചർച്ചയായതാണ്. ഏതായാലും ഈ വിഷയത്തിൽ ബി.ജെ.പിക്ക് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കി ശോഭാ സുരേന്ദ്രന്റെ ഈ നടപടി, അതുപോലെ തന്നെ പാലക്കാട്ടെ ബി.ജെ.പി പ്രവർത്തകരുടെ ഈ നടപടി എന്നുള്ളതാണ് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെയും കോർ കമ്മിറ്റിയുടെയും വിലയിരുത്തൽ. അത് പാലക്കാട് മണ്ഡലത്തിൽ മാത്രമല്ല ഈ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ളത്. പാലക്കാട്ടെ ബി.ജെ.പിക്ക് വിജയ സാധ്യതയുള്ള മലമ്പുഴ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ സംസ്ഥാനത്തെ മറ്റു പല മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങളെല്ലാം വലിയ രീതിയിൽ ബി.ജെ.പിക്ക് പ്രതിസന്ധിയും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ബി.ജെ.പി കോർ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. ഇതിന് പിന്നാലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലെ ബി.ജെ.പി വനിതാ നേതാവിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഓഡിയോ, അതെല്ലാം ബി.ജെ.പിക്ക് വലിയ രീതിയിലുള്ള ഒരു നാണക്കേടുണ്ടാക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മണ്ഡല അവലോകനത്തിനായി രൂപീകരിച്ചിട്ടുള്ള സംഘത്തിൽ ശോഭയെ ഉൾപ്പെടുത്തിയിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ ഇന്നലെ ചേർന്ന ഈ കോർ കമ്മിറ്റി ഓൺലൈൻ യോഗത്തിലും ശോഭാ സുരേന്ദ്രൻ പങ്കെടുത്തിട്ടില്ല. ഏതായാലും ഈ ഇത്തരത്തിലുള്ള വോട്ടിന് നോട്ട് നൽകിയെന്നുള്ള ആരോപണം അത് ശോഭാ സുരേന്ദ്രനും പാലക്കാട്ടെ ബി.ജെ.പിക്കും വലിയ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല എപ്പോഴും ഇതിന് ഉത്തരം പറയേണ്ടി വരും എന്ന നിലയ്ക്ക് കൂടിയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് വലിയ തിരിച്ചടിയാകും എന്ന് തന്നെയാണ് കോർ കമ്മിറ്റി യോഗത്തിന്റെ വിലയിരുത്തൽ. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. ഘടകകക്ഷികൾക്ക് നൽകിയ എ ക്ലാസ് മണ്ഡലങ്ങളിലെ അതിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. അതിനിപ്പോൾ തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ബി.ജെ.പി കണക്ക് കൂട്ടുന്നത്. പ്രതീക്ഷിച്ച